ഹലോ എവരിവൺ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പുലാവാണ്. സാധാരണ നമ്മൾ എഗ് ബിരിയാണിയൊക്കെയാണല്ലോ ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് എഗ് പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ബാസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു കഷ്ണം കറുവാപ്പട്ട, ബേ ലീഫ്, അതുപോലെ ഒരു കഷ്ണം സാവിത്രിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് നമ്മൾ വേവിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ വേറൊരു സ്റ്റൗവിൽ ഒരു പാത്രം, അടികട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള കറുവാപ്പട്ട, 2-3 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം സാവിത്രി. അത് ഒന്ന് ചൂടായി അതൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കൂടെ 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കൂടെ ചെറുതായിട്ടരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 3 സവോള സ്ലൈസസ് ആക്കിയത് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഈ സവോള നമുക്ക് ബിരിയാണിക്കൊക്കെ ബ്രൗൺ ആക്കുന്നത് പോലെ നമുക്ക് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എഗ് പുലാവാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം ഈ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിന് നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡിയാകുമ്പോൾ നമുക്ക് ചോറ് ഊറ്റി മാറ്റണം. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തൈര് ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേകുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി നമ്മുടെ മസാലയുടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ചതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിയിലയുടെ തണ്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അല്പം മല്ലിയിലയുടെ തണ്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇളക്കി നമുക്ക് വീണ്ടും യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കസൂരി മേത്തി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സാഫ്രോൺ വാട്ടറാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കാം. ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് പുഴുങ്ങിയ മുട്ട, ഒരു 4 മുട്ട ഞാനിവിടെ പുഴുങ്ങിയത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഗ്രേറ്റർ വെച്ച് ഇതുപോലെ മുഴുവനായിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്യാം. അതിൻ്റെ വൈറ്റ് പാർട്ടും യെല്ലോ പാർട്ടും ഒക്കെ നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ എഗ് പുലാവ് ഉണ്ടാക്കുമ്പോൾ എഗ്ഗിൻ്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ പുലാവിന് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ എഗ്ഗ് മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ മസാല നമുക്ക് എക്സ്ട്രാ മസാലയുള്ളത് നമുക്കിതൊന്ന് കോരി മാറ്റാം. നമ്മൾ മിക്സ് ചെയ്യുന്നതിനിപ്പുറം ഇതുപോലെ നമുക്ക് പുലാവ് മിക്സ് ചെയ്യുന്നതിനിപ്പുറം ഇതുപോലെ നമുക്ക് മുട്ടയ്ക്കകത്തുള്ള എല്ലാ മസാലയും നമുക്കൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് പതുക്കെ മിക്സ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ കുറച്ച് ചോറിട്ട് കൊടുക്കാം. ഒരു ലെയർ നമുക്ക് ചോറിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ്ചർ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ നമുക്ക് അങ്ങനെ മിക്സ്ചർ ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മൾ നമ്മുടെ ചോറും ബാക്കിയുള്ള എല്ലാ മസാലയും നമുക്കങ്ങനെ നമുക്ക് എത്ര ലെയർ ആക്കാൻ പറ്റുന്നോ അതുപോലെ നമ്മൾ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതുപോലെ നമുക്ക് നമ്മുടെ പുലാവ് നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ചോറും എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ മസാല ഉണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ പുറത്തേക്ക് ഈ ചോറിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്കതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പം മസാലയൊക്കെ എല്ലാം അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി നമുക്കിതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് നമുക്ക് ചെറുതീയിൽ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ബാക്കി വന്നിരിക്കുന്ന സാഫ്രോൺ വാട്ടർ ഉണ്ടല്ലോ, അതും കൂടി ഞാനങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പുലാവിന് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ തരും. ഇത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് നമുക്ക് ദം ചെയ്യാം. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഞാനിതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു റായ്ത്ത കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നല്ല കട്ട തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഇഞ്ച് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇവയെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് സാഫ്രോൺ വാട്ടർ ഞാൻ മിച്ചം വെച്ചിട്ടുണ്ടായി, അതും കൂടി നമുക്ക് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. അതിന് നല്ലൊരു റായ്ത്ത നമുക്ക് നമ്മുടെ ഈ പുലാവിന് കഴിക്കാൻ പറ്റിയൊരു റായ്ത്തയാണ്. അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഈ പുലാവിന് നമുക്ക് കൂടെ കഴിക്കാനായിട്ട് ഒരു നല്ലൊരു റായ്ത്ത റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മളുടെ എഗ് പുലാവ് നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാൻ പരുവമായിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പതുക്കെ നമുക്ക് അടിയിൽ നിന്ന് മുട്ടയൊക്കെ പൊട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇളക്കുമ്പോൾ പതുക്കെ ഇളക്കണം. തവി കൊണ്ട് അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ എഗ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവായി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.